ഇന്നലെ നാം സുജൂദിൽ ശ്രദ്ധിക്കേണ്ട വാജിബാത്തുകൾ, നിബന്ധനകൾ, നിർബന്ധങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് സുജൂദിൽ അനുവർത്തിക്കേണ്ട സുന്നത്തുകൾ ധാരാളം സുന്നത്തുകൾ സുജൂദിലുണ്ട്. 11 സുന്നത്തുണ്ടാവും. ആ സുന്നത്തുകളൊക്കെ എടുക്കണം. ഏറ്റവും കൂടുതൽ ഒരു സുജൂദ് ചെയ്യുമ്പോൾ ഇത്ര സുന്നത്താണ് നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ സുന്നത്ത്, നാം പോകുന്ന അവസരത്തിൽ ഇന്ത്യപാലിന്റെ തക്ബീർ ചൊല്ലും. അല്ലാഹു അക്ബർ എന്ന തക്ബീർ. ആ തക്ബീർ ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന അവസരത്തിൽ തുടങ്ങി അവിടെ തല വെക്കുന്ന അവസരത്തിൽ അവസാനിക്കേണ്ടത്. ഈ വിധത്തിലാണ് തക്ബീർ. ഇത് ഇമാമും ചൊല്ലണം, മഅ്മൂമിങ്ങളും ചൊല്ലണം. ഇമാം ഉറക്കെയാക്കണം, മഅ്മൂമിങ്ങൾ പതുക്കെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. ഇത് ഒന്നാമത്തെ സുന്നത്ത്. രണ്ടാമത്തെ സുന്നത്ത്, ഇന്നലെ 7 അവയവങ്ങൾ നിർബന്ധമായും ഒരേ സമയം വെക്കണം പറഞ്ഞു. 8ാമത് ഒരു അവയവം വെക്കാൻ മൂക്ക്. അത് സുന്നത്താണ്. ഇത് ഒഴിവാക്കരുത്. മൂക്കൊക്കെ സുന്നത്താണ്. മൂന്നാമത്, സുജൂദിലേക്ക് പോകുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ച് പോകാൻ പോകും. അത് പ്രധാനമായും ശ്രദ്ധിക്കണം. അത് സുന്നത്ത്, വലിയ സുന്നത്താണ്. ആദ്യം ഇപ്പൊ നമ്മുടെ കാൽപാദങ്ങളാണ് നമ്മൾ വെക്കേണ്ടത്. അത് ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി രണ്ടാമത് നമ്മൾ വെക്കേണ്ടത് എന്താണ്? കാലിൽ മുട്ടാൻ. പലരും കൈ കുത്തും. ശരിയല്ലേ? അസുഖമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പ്രായാധിക്യം വന്നവരുണ്ടാവും. അവര് ചിലപ്പോൾ മുട്ട കുത്തിയ വീണ് പോകും. അപ്പൊ അവർക്ക് എക്സെപ്ഷൻ ഉണ്ട്. അതല്ലാത്ത ആളുകളായിട്ടാണ് സാധാരണയുള്ള ആളുകൾ എല്ലാവരും ആദ്യം വെക്കേണ്ടത് മുട്ടാണ്. മുട്ട് കൊണ്ടുപോയി തട്ടിക്കണം. എന്നിട്ടാണ് കൈ വെക്കേണ്ടത്. എന്നിട്ട് 2 കൈയും ഒന്നിച്ചു വെക്കണം. ശേഷം നെറ്റിയും മൂക്കും ഒന്നിച്ചു വെക്കണം. നെറ്റി വെച്ചിട്ട് പിന്നെ മൂക്ക് വെക്കലല്ല, അല്ലെങ്കിൽ മൂക്ക് വെച്ചിട്ട് നെറ്റി വെക്കലല്ല. 2 ഒന്നിച്ചു വെക്കണം. മൂന്നാമത്തെ സുന്നത്ത്. നാലാമത്തെ സുന്നത്ത്, നമ്മൾ കൈ വെക്കുന്ന അവസരത്തിൽ, ഈ 2 കൈന്റെയും വള്ള വെക്കുന്ന അവസരത്തിൽ കൈ ചുമലിന് നേരെ വെക്കണം. അപ്പൊ കുറച്ച് മുകളിൽ ചെവിക്ക് ഇങ്ങനെ വെക്കരുത്. അതുപോലെ തന്നെ ഇങ്ങനെയും വെക്കരുത്. ഒരു സാധനം നമ്മുടെ ചുമലിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അത് ഈ തെല്ലിൽ തട്ടി പോകണം. ഏകദേശം ആ വിധത്തിൽ നമ്മുടെ കൈയുണ്ടായിരിക്കണം. ഏകദേശം നമ്മളിങ്ങനെ കുറച്ച് പരിശീലിക്കേണ്ടി വരരുത്. ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതൊക്കെ പരിശീലിക്കണം. സുന്നത്ത് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. അടുത്ത ഒരു സുന്നത്ത്, കൈ വെക്കുമ്പോൾ തന്നെ ഒരുപാട് സുന്നത്താണ്. ഒന്ന്, ഇങ്ങനെ വെക്കണം. 2, ഇത് കിബിലയിലേക്ക് ആയിരിക്കണം. ഇതൊക്കെ കിബില നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ റുക്കൂ ചെയ്യുന്ന അവസരത്തിൽ പിടിക്കുമ്പോൾ അതിങ്ങനെ എടുത്താൽ കിബിലയിലേക്കാണ്. അതുപോലെ തന്നെ സുജൂദിൽ വിരലുകളൊക്കെ കിബിലയിലേക്ക്. അതന്നെ ശരി അകത്തിക്കണം. ഇങ്ങനെ വെക്കരുത്. ശരിയാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കും. അതുപോലെ കൈയിലെ പള്ള എന്ന തറയിൽ വെക്കേണ്ടത്. തണ്ടക്കൈ ഉണ്ടല്ലോ, അത് തറയിൽ വെക്കരുത്. പലരും ഇങ്ങനെ തെറ്റാണ്. ശ്രദ്ധിക്കണം. സുന്നത്ത് നഷ്ടപ്പെടാൻ ഒക്കെ സലാത്ത് സുന്നത്ത. സുന്നത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. ചിലത് കറാമത്ത് ഒരു അവസാനം പറയും. അപ്പൊ കൈ, അതിന്റെ കൈ തണ്ട ഉയർത്തണം. തറയിൽ നിന്ന് ഉയർത്തണം എന്ന് മാത്രമല്ല, നമ്മുടെ ഈ പാർശ്വഭാഗങ്ങൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈ പുരുഷന്മാരെ പറ്റണം. സ്ത്രീകളാണെങ്കിൽ എല്ലാം ചെയ്യണം. അതാ പറ്റും. അതുപോലെ അപ്പൊ 5 സുന്നത്തായി. 6ാമത്തെ സുന്നത്ത്, നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അവയവങ്ങളിലൊന്നും മറം ഉണ്ടാവാതിരിക്കുക എന്ന സുന്നത്താണ്. നെറ്റിയിൽ തീരെ ഉണ്ടാവാൻ പാടില്ല. നിർബന്ധം. അന്നേരം പറഞ്ഞല്ലോ, ഇതിന് തൊപ്പിയോ മുടിയോ അങ്ങനെയൊക്കെ സ്വഹിയാവില്ല പറഞ്ഞു. ഇനി നമ്മൾ തലങ്ങനെ വെക്കുന്ന അവസരത്തിൽ ബാക്കിയുള്ള അവയവങ്ങൾ, കയ്യിൽ ഗ്ലൗ ഉണ്ടാവരുത്, കാലിൽ ഷോക്സ് ഇടരുത്. ഒക്കെ ഖിലാഫ് സുന്നത്താണ്. എന്തെങ്കിലും അസുഖമുണ്ട്, എന്തെങ്കിലും പ്രയാസം തന്നെ പറയുന്നത് നോർമൽ കേസിൽ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ മാസ്ക് ഇടുന്ന അവസരത്തിൽ മൂക്കിന്റെ ഈ ഭാഗത്ത് നിന്ന് ആ സമയത്തെങ്കിലും ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒക്കെ നഗ്നമായിക്കൊണ്ട് തന്നെ തട്ടണം. ഒരാൾക്ക് പ്രയാസമാണ്, സുഖമാണ്, അതല്ല പറഞ്ഞു. ശ്രദ്ധിക്കണം. അത്തരം കേസുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ഒരു സുന്നത്ത്, 7ാമത്തെ സുന്നത്ത്, നമ്മുടെ കാല് നേരത്തെ പറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ ഒരു ചാണ് അകലത്തിലാണ് നിൽക്കേണ്ടത്. അല്ലെ? കാല് ഒരു ചാണ് അകലത്തിലാണ്. അത് നമ്മൾ സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ കാലിനാണ് ഒരു ചാണകലം വേണം. മുട്ടും ഒരു ചാണകലം വേണം. ചിലർക്ക് മുട്ട് കൂട്ടിയിട്ട് ചിലർ കാല് 2 അടുത്തായിട്ട് സംഭവം അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഫർമൊക്കെ വിടും, പക്ഷേ സുന്നത്തുണ്ടാവും. അപ്പൊ അത് പരിശീലനം
പരിശീലിക്കണം. നമ്മളിങ്ങനെ ഓർത്ത് ഈ സുന്നത്തുകളൊക്കെ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് തീർച്ചയായും ഓർത്ത് ഇരിക്കണം. അതാണ് പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ ഒന്നും നടക്കില്ല. കാരണം ഒരുപാട് തെറ്റുകൾ നമ്മൾ നേരത്തെ പരിശീലിച്ചതാണ്. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ തിരുത്തി. ഇപ്പൊ 7 സുന്നത്താണ്. 8ാമത്തെ സുന്നത്ത് നമ്മുടെ കണ്ണും സുജൂദ് ചെയ്യാം. അതിനുവേണ്ടി കണ്ണ് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം. തുറന്ന് ഇരിക്കുക എന്നതാണ് തുറന്നിരിക്കുക എന്നതാണ് സുന്നത്ത്. അടച്ചു വെക്കരുത്. 9ാമത്തെ സുന്നത്ത് നമ്മുടെ വയറ്, ആ വയറ് തുടഭാഗത്ത് നിന്ന് വിട്ടു നിൽക്കുക. കൂട്ടിയിട്ടാണ്, സ്ത്രീകളാണെങ്കിൽ കൂട്ടിയിട്ടാണ്, പുരുഷന്മാരാണ് ശരിക്കും വിട്ടിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ 10ാമത്തെ സുന്നത്ത് ഇന്നലെ പറഞ്ഞു, തല, നെറ്റി. ആ നെറ്റി ചെറിയ ഭാര കൊടുക്കൽ നിർബന്ധമാണ്. നെറ്റിക്ക് ഭാര കൊടുക്കൽ നിർബന്ധമാണ്. ബാക്കിയുള്ള അവയവം കയ്യിനും കാലിനും ചെറിയൊരു ഭാരം കൊടുക്കൽ അത് സുന്നത്താണ്. 11ാമത്തെ സുന്നത്ത് ദിക്ർ ചൊല്ലൽ. സുബ്ഹാന റബ്ബിയൽ അഅല റബ്ബുൽ അദീമി വബിഹംദിഹി. ഇവിടെ അഅല വബിഹംദിഹി 3 പ്രാവശ്യം തന്നെ ചൊല്ലാം. അതാണ് അതിനൽ കമാൽ എന്ന് പറയുന്നത്. പരിപൂർണമായ 11ആണ്. അവിടെ എത്തിയില്ലെങ്കിലും ഉള്ള ഒരു പൂർണ്ണത അത് 3ആണ്. ഒന്ന് ചൊല്ലിയാലും കറാഹത്തില്ലാതെ രക്ഷപ്പെടും. ഇനി കറാഹത്തുണ്ട്. 3 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന്, നേരത്തെ പറഞ്ഞ ഓർഡർ തെറ്റിച്ചു പോകും. കറാഹത്താണ്. ഓർഡർ തെറ്റിച്ചു പോകുമ്പോൾ ആദ്യം പോയി കൈകുത്തിയ സുന്നത്ത് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിസ്കാരത്തിൽ കറാഹത്ത് വരും. ഞാൻ നേരത്തെ പറഞ്ഞ നിസ്കാരത്തിൽ കറാഹത്ത് വന്നാൽ പ്രശ്നം കൂലി ഞാൻ പറഞ്ഞു. ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. കറാഹത്ത് ഉണ്ടാകുമ്പോൾ നമ്മളെ സ്ക്രാച്ചാണ്. യഥാർത്ഥത്തിൽ വണ്ടിയിൽ സ്ക്രാച്ച് ആയ കാണാൻ രസം ഉണ്ടാവും, ഇല്ലേ? നിസ്കാരത്തിന് രസം ഉണ്ടാവില്ല കാണാൻ. അപ്പൊ സുന്നത്ത് നഷ്ടപ്പെടുന്നതിനേറെ കൂടുതലും ശ്രദ്ധിക്കേണ്ടതാണ് കറാഹത്ത് വരാതെ നിസ്കരിക്കാൻ. അപ്പോ നമ്മൾ പോകുന്ന ഓർഡർ തെറ്റിക്കുക എന്നത് കറാഹത്താണ്. 2, മൂക്ക് വെക്കാതിരിക്കുക എന്നത് കറാഹത്താണ്. മൂക്ക് വെക്കണം. 3ാമത്തേത് അതുപോലെ തന്നെ നമ്മുടെ തണ്ടക്കൈ. നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്ന അവസരത്തിൽ ഈ തണ്ടക്കൈ നിലത്തിങ്ങനെ സ്പർശിച്ചു വെക്കുക, അത് കറാഹത്താണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സുജൂദ് ചെയ്യൽ കറാഹത്താണ്. കൈ ഇങ്ങനെ തന്നെ. ഈ 3 കറാഹത്ത് പ്രധാനമായി ശ്രദ്ധിക്കുന്നത്. കൈ ഉയർത്തി വെക്കണം. മറ്റൊന്ന്, മൂക്ക് വെക്കാതെ ഇരുത്തിലിരിക്കരുത്, അത് കറാഹത്താണ്. മറ്റൊന്ന്, ഓർഡർ നഷ്ടപ്പെടുത്തരുത്. ഇത് വന്നാൽ സുജൂദിൽ 3 കറാഹത്തുകൾ വരും. വളരെയധികം ശ്രദ്ധിക്കണം. അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് വലിയ കുറ്റമറ്റ രൂപത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വരുന്ന പോരായ്മകളെല്ലാം അല്ലാഹു തആല പരിഹരിച്ചു തരുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, പടച്ചോനെ, ഞങ്ങളിൽ നിന്നുള്ള എല്ലാ അമലുകളും നീ പൂർണ്ണമായി സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. യാ സുന്നത്തുകളും എടുത്ത് ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്. പറഞ്ഞു കേട്ടതിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവരെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, സൂഉൽ ഖാത്തിമത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് സുബ്ഹ് ജമാഅത്തിനെത്തിയവർക്ക് നല്ല ഖൈർ നൽകണേ അല്ലാഹ്. വലിയ റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആയുരാരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. വിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. മിനന്നാറിന്റെ ദിനരാത്രങ്ങളാണ് ഞങ്ങളെ നരകമോചിതരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചോനെ, അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ ഖദറുകളായി നല്ല വിപത്തും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നീ തട്ടിക്കളയണേ അല്ലാഹ്. നീ ദുആ സ്വീകരിച്ചതെല്ലാം തട്ടിമാറ്റണേ റഹ്മാൻ. ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു തരണേ അല്ലാഹ്. ഒരുപാട് നന്മകളുമായി ഇന്ന് ബന്ധപ്പെടാൻ, തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ, അവരെ നിയന്ത്രിക്കാൻ കരുത്തേകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.